ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ മക്കളെ, എല്ലാ ദിവസവും രാത്രിയിലും ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ വചനം കേൾക്കുക എന്തൊരു ഭാഗ്യമാണല്ലേ. വിദേശത്തിരുന്നും സ്വദേശത്തിരുന്നും ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് അനുഗ്രഹ നിയോഗ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഓരോരുത്തരെയും യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്തുകൊണ്ട് ദുരന്തങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, പരാജയങ്ങൾ, ഒരുപക്ഷെ വിശ്വാസം പോലും തകർന്നു വീഴുന്നു എന്ന് തോന്നുന്നവരുണ്ടോ? അവർക്കായി ഇതാ കർത്താവ് വചനം തരുന്നു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 38-ാം വാക്യം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. മകളെ, എവിടെ പ്രാർത്ഥന അവസാനിക്കുന്നുവോ അവിടെ പാപം തലപൊക്കും. പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ ഈശോ തന്റെ ഹൃദയ രഹസ്യം വെളിപ്പെടുത്തും. ഈശോയുടെ സ്വപ്നം ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കാൻ, വചനം വിളമ്പുവാൻ ഈശോ നിന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രലോഭനത്തെ അതിജീവിക്കണമോ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയായിരുന്നു വിശുദ്ധരുടെ ആയുധം. പ്രാർത്ഥനയായിരുന്നു വിശുദ്ധരുടെ ആനന്ദം. ഇപ്പോൾ വിവിധങ്ങളായ ആശുപത്രികളിലും ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ്. രോഗികളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായി ലേബർ റൂമിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശയാത്രയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസികമായി രോഗം അനുഭവിക്കുന്നവര്, പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് രോഗാവസ്ഥയിലും പെട്ട് രക്ഷയില്ല എന്ന് വിധി എഴുതി വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏകരക്ഷകനായ യേശുവേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു വരം ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥനയിൽ ഉറക്കം, ക്ഷീണം ഒന്ന് എടുത്തു മാറ്റി ഉണർവോടെ പ്രാർത്ഥിക്കുവാൻ വരം ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥന ജീവിതമാക്കി, ജീവിതം പ്രാർത്ഥനയാക്കിയ യേശുവേ, ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിച്ച സർവരെയും ഉണർവിന്റെ വരം നൽകി, പ്രാർത്ഥനാ വരം നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.